നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നു? ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഗാന്ധിജിയുടെ പങ്കെന്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ഈ പാഠഭാഗത്തിലൂടെ. കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ സഞ്ചാരിയാണ് വാസ്കോ ഡ ഗാമ. കേരളത്തിലെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് അദ്ദേഹം ആദ്യം എത്തിയത്. പോർച്ചുഗീസുകാരനായ ഒരു നാവികനായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമെല്ലാം ഇന്ത്യയിൽ വന്നു. ഈ വിദേശികൾ ഇന്ത്യയിൽ വന്നത് പ്രധാനമായും കച്ചവടത്തിനായിട്ടാണ്. എന്നാൽ കച്ചവടത്തിനായി വന്നവരാണെങ്കിലും പല തന്ത്രങ്ങളിലൂടെ അവർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചത് 1757 നടന്ന പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെ എതിർത്തവരെ ക്രൂരമായി മർദ്ദിച്ച് ജയിലിലടച്ചു. ഇതിനെതിരെ ഇന്ത്യയിലെ സാധാരണക്കാർ പ്രതികരിച്ചു. കലാപങ്ങളിലൂടെ അവർ ബ്രിട്ടീഷുകാരോട് തങ്ങളുടെ എതിർപ്പ് കാണിച്ചു. പക്ഷേ ഇന്ത്യക്കാർ നടത്തിയ കലാപങ്ങളും ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണുണ്ടായത്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ഇന്ത്യക്കാർക്ക് ദേശീയ ഉണർവ് ഉണ്ടാവുകയും ബ്രിട്ടീഷുകാർക്കെതിരെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. 1893 ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഗാന്ധിജി 20ഓളം വർഷം അവിടെയായിരുന്നു. 1915 ജനുവരി 9-നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പ്രവാസി ഭാരതീയ ദിവസം നാം ആചരിക്കുന്നത്. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഗാന്ധിജി ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സാവധാനം മനസ്സിലാക്കി. ഇതിന് ഗാന്ധിജിക്ക് വഴികാട്ടിയായത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. അദ്ദേഹം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ കൊന്നും കൊല്ലിച്ചും ഇന്ത്യക്കാരെ ഭയപ്പെടുത്തിയാണ് ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ അനുസരിക്കാൻ ഇന്ത്യക്കാരെ നിർബന്ധിച്ചു. ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്കെതിരെ പോരാടാൻ ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പോരാട്ടങ്ങൾക്കായി സത്യാഗ്രഹം പോലുള്ള പുതിയ സമരരീതികൾ സ്വീകരിച്ചു. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ്. തെറ്റായതൊന്നും അംഗീകരിക്കാതെ അതിനെ എതിർക്കണം. ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത്. ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം 1917 ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ബ്രിട്ടീഷുകാരായ തോട്ടം ഉടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നീലം വിൽക്കുന്നതിന് കർഷകർ നിർബന്ധിതരായി. അങ്ങനെ ഓരോ പ്രാവശ്യവും വിളവെടുപ്പ് കഴിയും തോറും കൃഷിക്കാർ കടത്തിൽ മുങ്ങി. കർഷകരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് ഗാന്ധിജിയും അനുയായികളും അവിടെ എത്തി. സത്യാഗ്രഹ സമരത്തിലൂടെ കർഷകരെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റ് 2 സമരങ്ങളാണ് ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സത്യാഗ്രഹ സമരങ്ങൾ എല്ലാം വിജയമായിരുന്നു. ഈ 3 സത്യാഗ്രഹ സമരങ്ങളുടെയും വിജയം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഗാന്ധിജിക്ക് കൂടുതൽ ഊർജം പകർന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോടുള്ള അവരുടെ ക്രൂരതകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് ഒരു സമ്മേളനം നടക്കുകയായിരുന്നു. പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് എന്ന സ്ഥലത്താണ് സമ്മേളനം നടന്നുകൊണ്ടിരുന്നത്. വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനമാണ് ജാലിയൻവാലാബാഗ്. സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു വെടിയൊച്ച കേട്ടത്. പിന്നെ തുരുതുരാ വെടിയൊച്ചകൾ. വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ. ആളുകൾ പേടിച്ചരണ്ട് പരക്കം പാഞ്ഞു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും 100 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മുറിവേറ്റവർ അതിലേറെയായിരുന്നു. ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കിയ ഈ ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13-ാം തീയതിയായിരുന്നു.
ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എത്രയും വേഗം അവിടെ എത്തിച്ചേരാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. ഈ സംഭവത്തെ തുടർന്ന് രാജ്യവ്യാപകമായി സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാൻ തീരുമാനിച്ചു. നിസ്സഹകരണ സമരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലുമെത്തി. തൻ്റെ വാക്കുകൾ ശ്രവിക്കാനെത്തിയ ആളുകളോട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ഇന്ത്യക്കാരായ നാമെല്ലാം ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്.